വോട്ട് കൊള്ളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും ബി.ജെ.പി. പിടിമുറുക്കാൻ പദ്ധതിയിട്ട് നടപ്പിലാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടി എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ഏറ്റവും വലിയ രസം ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുമാണ് വ്യാപക ഈ ഒഴിവാക്കപ്പെടൽ നടന്നത് എന്നതാണ്. ഒരു ഉദാഹരണമായി പാലക്കാട് എടുത്താൽ, ഇപ്പോൾ വിശദമായി നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ബി.ജെ.പി. കേന്ദ്രങ്ങളിലെ അജ്ഞാത വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടത്. SIRൽ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ ഒഴിവാക്കലിന് കാരണം. ബി.ജെ.പിയുടെ ശക്തമായ സ്വാധീനമുള്ള ബൂത്തുകളിൽ നിന്നുമാണ് 50% മുതൽ 65% വരെയുള്ള വോട്ടർമാരെ BLOമാർക്ക് കണ്ടെത്താൻ കഴിയാതെ വരികയും അവരെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ വരികയും ചെയ്തപ്പോൾ BLOമാർ ലിസ്റ്റിൽ നിന്നും ഇവ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഈ വോട്ടർമാർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്നതും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അർഹതയില്ലാത്ത വോട്ടർമാർ കടന്നുകൂടിയത് എങ്ങനെയെന്ന ചോദ്യം ഇവിടെ ഉയരും. അജ്ഞാതരായ ഈ വോട്ടർമാർ ബി.ജെ.പി. ബൂത്തുകളിലാണ് എന്നതും ഓർക്കണം. കേരളത്തിൽ തന്നെ ഏറ്റവും ബി.ജെ.പി. സ്വാധീനമുള്ള ബൂത്തുകളാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ബൂത്തിലേക്ക് കടന്നു കയറാൻ പോലും സാധിക്കുന്ന രീതിയിലല്ല ബി.ജെ.പി. അവിടെ കോട്ടയാക്കി വെച്ചിരിക്കുകയാണ്. പാലക്കാട് മൂത്താന്തറയും വടക്കൻതറയും 425 പേരെയാണ് പുറത്താക്കിയത്. അൺട്രൈസബിളാണ് റീസൺ പറയുന്നത്. അതായത് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല അത്രേ. ഒന്ന് നോക്കൂ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ആളുകൾ. ഈ ഹ്രസ്വ കാലയളവിൽ വോട്ടർ പട്ടികയിൽ പേര് വരികയും വോട്ടെടുപ്പിന് ശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മാന്ത്രികത എങ്ങനെ സംഭവിക്കുന്നു? നേരത്തെ ഉണ്ടായിരുന്ന ഇവരെ ഇപ്പോൾ കാണാനില്ല എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഈ വോട്ടർമാർ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി മാന്ത്രിക ദണ്ട് ബി.ജെ.പി. ഉപയോഗിച്ച് ഈ മനുഷ്യരെ സൃഷ്ടിച്ചു. പിന്നെ അവരെ അപ്രത്യക്ഷരാക്കി. വടക്കാന്തറയിലും മൂത്താന്തറയിലും ബി.ജെ.പി. കാന്തവലയത്തിൽപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്ക് പോലും പ്രവേശനം അനുവദിക്കാതെ അടക്കി വാഴുന്ന സ്ഥലമാണ് ഇവ രണ്ടും. 1500 വോട്ടുകളുടെ ഒക്കെ ഭൂരിപക്ഷമുള്ള ബി.ജെ.പി. വാർഡുകളാണ് ഇത്. 400-800 വോട്ടുകൾ അജ്ഞാതരായി വരുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുകയാണ് ഇവിടങ്ങളിൽ. 2024 ബി.ജെ.പി. മുന്നിട്ട് നിന്ന 11 അസംബ്ലി സീറ്റുകൾ, രണ്ടാം സ്ഥാനത്ത് 9 സീറ്റുകളുണ്ട്. മൊത്തം കേരളത്തിൽ 23 ലക്ഷം ആളുകളെയാണ് ഇതിലൂടെ ഒഴിവാക്കിയത്. നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 11ഉം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന 9ഉം കൂട്ടിയാൽ 20. ഈ 20 അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടത് എന്നത് ഓർക്കണം. ശ്രദ്ധിക്കണം, ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്തിയ മണ്ഡലങ്ങളാണിത്. വ്യാപകമായ ഈ ഒഴിവാക്കൽ നടന്നിട്ടുള്ളത് ഇവിടെ നിന്നുമാണ്. കഴക്കൂട്ടത്ത് 43,395, വട്ടിയൂർക്കാവ് 54,163, നേമത്ത് 49,063, ആറ്റിങ്ങൽ 16,012, കാട്ടാക്കട 25,233, മണലൂർ 20,698, ഒല്ലൂർ 31,310, തൃശ്ശൂരിൽ 30,417, ഇരിങ്ങാലക്കുടയിൽ 17,576, പുതുക്കാട് 18,520, നാട്ടിക 23,595. ഇതാണ് ബി.ജെ.പി. ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിൽ ഒഴിവാക്കപ്പെട്ട കണക്കുകൾ. ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ മഞ്ചേശ്വരം 17,160, കാസർഗോഡ് 17,080, പാലക്കാട് 32,165, ഹരിപ്പാട് 14,276, കായംകുളം 17,834, വർക്കല 15,032, തിരുവനന്തപുരം 58,828, കോവളം 27,525, നെയ്യാറ്റിൻകര 26,904. ഇതും ബി.ജെ.പി. മുൻപന്തിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണെന്ന് ഓർക്കണം. എന്താണ് ഈ കണക്കുകളൊക്കെ നമ്മളോട് പറയുന്നത്? ഇത്രയും ഭീമമായ ബി.ജെ.പി. വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടിട്ടും ബി.ജെ.പിക്ക് എന്താണ് ഒരു ആശങ്കയും ഇല്ലാത്തത്? കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷന് മിണ്ടാട്ടമില്ല, മുൻ അധ്യക്ഷനും മിണ്ടാട്ടമില്ല. എന്താണ് ഈ മൗനത്തിന് പിന്നിലെ രഹസ്യം? ഈ കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർ ഏത് താമരയ്ക്ക് പിന്നിലാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ടുകൊള്ള നടത്തിയത് നമ്മൾ കണ്ടു.
ഒരു ഫ്ലാറ്റിൽ 8 പേര് വോട്ട് ചെയ്തു. ഇവരാരാണെന്ന് ആർക്കും അറിയുകയില്ല. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ട കാര്യങ്ങൾ ഇപ്പോഴും തെളിഞ്ഞു തന്നെ രാജ്യത്ത് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ലാരിസ് എന്ന ബ്രസീലിയൻ മോഡലിന് ചിത്രമെടുത്ത ആ പേരിൽ 10 ബൂത്തിലായി 22 തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു. അതിനും മോദിക്കോ ജ്ഞാനേഷ് കുമാറിനോ മറുപടി ഉണ്ടായിരുന്നില്ല. വാരണാസിയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ആസാമിലും തുടങ്ങി കേരളത്തിലടക്കം BJPയുടെ അട്ടിമറിയുടെ താണ്ഡവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SIR യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. പക്ഷേ അത് നടപ്പിലാക്കിയ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ പല രീതിയിലുള്ള ക്രമക്കേടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SIR ഇപ്പോൾ പൂർത്തിയാക്കിയ നമ്മുടെ കേരളത്തിലെ പാലക്കാട് ഉന്നതനായ ഒരു BJP നേതാവിൻ്റെ ഫ്ലാറ്റിൽ അനധികൃതമായി 50 വോട്ടുകൾ ചേർത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരം വെട്ടിമാറ്റലിനെതിരെ BJPയോ CPMോ ഒരക്ഷരം പറയുന്നില്ല എന്നതാണ് ഏറെ വിരോധാഭാസമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നും ഈ കാട്ടുകൊള്ളയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ യഥാർത്ഥ വോട്ടർമാരെ നിലനിർത്തുക എന്ന ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ ഈ കേന്ദ്ര പദ്ധതിക്ക് പിന്നിൽ വ്യാപകമായ തട്ടിപ്പുണ്ട് എന്നും അപാകത കടന്നുകൂടുമെന്നും രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് BJP തങ്ങൾക്ക് അനുകൂലമായ വോട്ടർമാരെ ലിസ്റ്റിൽ തിരികെ കയറ്റുകയും തങ്ങളെ അനുകൂലിക്കാത്ത വോട്ടർമാരെ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തെ വലിയ തോതിൽ വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റിയതുമൊക്കെ ഏറെ വിവാദങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് 17.2% വോട്ട് ഷെയർ നേടി BJP. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 16% പോലും BJP എത്തിയില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് 4% വോട്ടുകൾ കുറഞ്ഞു. അതായത് BJPയുടെ PR വർക്കിൽ കാണപ്പെടുന്ന കണക്കല്ല, യഥാർത്ഥത്തിൽ BJP തകർന്നടിയുകയാണ് എന്നതാണ് തെളിയുന്നത്. അപ്പോൾ പിന്നെ ഇത്തരം കാട്ടുകൊള്ള കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കഠിന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നെറികെട്ട BJP നടപടികളെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏജൻസിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കമ്മീഷനെ അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. രാജ്യത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അത് രാജ്യത്തിൻ്റെ രക്ഷയുടെ ശബ്ദമായി ഇന്ത്യയിൽ അലയടിക്കുകയാണ്. ഭരണഘടനയിൽ ഊന്നിയ ഇന്ത്യയുടെ അടിത്തറ തകരാതെ സംരക്ഷിച്ചു പിടിക്കുമ്പോൾ പുതിയ ഒരു ഇന്ത്യയുടെ കാഹളമാണ് മുഴങ്ങുന്നത്. വ്യാപകമായി പുറത്തു വന്ന BJPയുടെ തട്ടിപ്പും ജനം കണ്ടു കഴിഞ്ഞു. മോദി എന്ന പ്രധാനമന്ത്രിയോടുള്ള ഒരു ചെറിയ മമത പോലും ഇപ്പോൾ വെറുപ്പിൻ്റെ അഗ്നിയായി രാജ്യത്ത് പടരുകയാണ്. അത് ആളിക്കത്തും. മോദിക്കത് തടുക്കാൻ കഴിയാത്ത വിധം പൊള്ളിക്കുകയും ചെയ്യും. രാജ്യത്ത് നിന്ന് BJPയെ തുടച്ചു നീക്കി കോൺഗ്രസ് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു വൻ മുന്നേറ്റമായിരിക്കുമെന്നും കോൺഗ്രസിൻ്റെ ഒരു വൻ തിരിച്ചുവരവായിരിക്കുമെന്നും BJPക്ക് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് BJP ഇത്തരം കാട്ടുകൊള്ളയിലൂടെ അധികാരം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.